അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർക്കൊപ്പം റായ്ബറേലിയിലെത്തി രാഹുൽ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. റായ്ബറേലിയിലെത്തിയ രാഹുലിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെയാണ് രണ്ടാം സീറ്റായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർക്കൊപ്പം റായ്ബറേലിയിലെത്തി രാഹുൽ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. (2004) മുതൽ സോണിയാഗാന്ധി വിജയിച്ചു വന്ന മണ്ഡലമാണ് റായ്ബറേലി. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ സ്വന്തം അമ്മയോടുള്ള വൈകാരികമായ അടുപ്പവും അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലവും എന്ന് ചൂണ്ടിക്കാണിക്കാനാകും. അതേസമയം പ്രിയങ്ക ഗാന്ധി ഇത്തവണയും മത്സരിക്കാൻ ഇറങ്ങുന്നില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ കുടുംബരാഷ്ട്രീയം എന്ന BJPയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാകും. എന്നാൽ പ്രചരണത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുമെന്ന തീരുമാനത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഉറച്ചു നിൽക്കുന്നത്. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് അവസാന ദിവസം വരെ കാത്തുനിൽക്കേണ്ടി വന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. ഇനി ഇവിടങ്ങളിൽ ജയിച്ചു കയറാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക. റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്തും സമാജ്വാദി പാർട്ടിയാണ് ഉള്ളത്. ഒരു സീറ്റ് മാത്രമാണ് BJPക്ക്. BJP തരംഗമുണ്ടായിട്ട് പോലും റായ്ബറേലി എന്ന കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലം സുരക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജയിച്ചു കയറുക എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അനായാസം സാധിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ കടുത്ത മത്സരമായിരിക്കും അമേഠിയിലും റായ്ബറേലിയും കാണാൻ സാധിക്കുക എന്ന വിലയിരുത്തലുണ്ട്. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ അതേ തന്ത്രം ഇത്തവണ റായ്ബറേലിയിലും നടപ്പാക്കാനാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ റായ്ബറേലി എന്ന മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും അവസാനം 1.5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിലായിരുന്നു സോണിയാഗാന്ധി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ വയനാട് സിറ്റിംഗ് MP ആയിരുന്ന രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. കാരണം ഉത്തരേന്ത്യയിലെ ഒരു സീറ്റ് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടേക്കായിരിക്കും പോവുക. വയനാട് കോൺഗ്രസിന് ജയിക്കാനാകുന്ന ഒരു സീറ്റാണ്. അതുകൊണ്ട് പിന്നീട് ആ സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ അയക്കുമോ എന്ന കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുക. റായ്ബറേലിയിൽ സോണിയാഗാന്ധി 1,67,000 വോട്ട് നേടിയായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത്. മുൻപൊക്കെ 4 ലക്ഷത്തിൽ പരം വോട്ട് നേടി വിജയിച്ചു വന്ന ഒരു സീറ്റായിരുന്നു അത്. പക്ഷേ കഴിഞ്ഞ തവണ ദിനേശ് പ്രതാപ് സിംഗ് എന്ന BJP സ്ഥാനാർത്ഥിക്ക് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി നിയമസഭാ സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. അദിതി സിംഗ് അവിടെ BJP സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചു. വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ഏകദേശം 5000-ഓളം വോട്ട് ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ആ സീറ്റും കോൺഗ്രസിന് നഷ്ടമാകുന്ന കാഴ്ചയായിരുന്നു തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനുശേഷം സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറാൻ 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തേത് സോണിയാഗാന്ധി അവിടെ മത്സരിച്ചാലും വിജയിക്കാൻ ആകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. രണ്ടാമതായി ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മത്സര രംഗത്തും പ്രചാരണ രംഗത്തും കാര്യമായ രീതിയിൽ ഇറങ്ങാൻ സോണിയാഗാന്ധിക്ക് കഴിയില്ല. അതുകൊണ്ട് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലൂടെ കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്ന തീരുമാനത്തിലൂടെ 2 കാര്യങ്ങളാണ് കോൺഗ്രസ് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്ന പ്രചാരണം ഒഴിവാക്കാൻ ഇതിലൂടെ കോൺഗ്രസിന് സാധിക്കും. രണ്ടാമത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉത്തർപ്രദേശിൽ ചെറിയൊരു പ്രതീക്ഷ വയ്ക്കാൻ വകയുണ്ട്. കാരണം സർവേ ഫലങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ BJPക്ക് വലിയ മുന്നേറ്റമുണ്ട്, 75 സീറ്റുകൾ വരെ BJPക്ക് നേടാനാകും എന്നുള്ള വിലയിരുത്തലുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അഖിലേഷ് യാദവിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയുമൊക്കെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉത്തരേന്ത്യയിലെ സ്ഥിതി മാറുന്നു എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉള്ളത്. കൂടാതെ രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ശക്തമാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിന് ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.